ജീവിതം സ്നേഹമാണ്, സ്നേഹം കൊടുക്കലാണ്. എൻ്റെ പേര് ആൻറ്റോ തെക്കൂടൻ. തൃശ്ശൂർ അടുത്ത് കരുവന്നൂരാണ് വീട്. എൻ്റെ മാതാപിതാക്കന്മാർ ഫ്രാൻസിസ്, സാറ, രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചു. ഞങ്ങൾ 9 മക്കളാണ്. 5 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. രണ്ടാമത്തെ മകനാണ് ഞാൻ. ഒരു കർഷക കുടുംബമാണ് ഞങ്ങളുടേത്. കരുവന്നൂർ ക്ലാര മഠത്തിൻ്റെ അടുത്താണ് എൻ്റെ ഭവനം. ക്ലാര മഠത്തിൽ പലപ്പോഴുമായി CMI സെമിലെ ഏമാർ അച്ഛൻ ക്ലാസ് എടുക്കുവാനും കുമ്പസാരിപ്പിക്കാനുമായി വരുമായിരുന്നു. അപ്പോൾ അച്ഛൻ വരുന്നു എന്ന് കേട്ടാൽ അവിടെയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും അച്ഛൻ്റെ ചുറ്റും കൂടും. അച്ഛൻ ഞങ്ങളുടെ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് പിറ്റേ പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഞങ്ങൾക്ക് കൊണ്ടുവരും. ഏമാരുടെ അച്ഛനായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഞങ്ങളിൽ വളർന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു പ്രാവശ്യം ഏമാരുടെ അച്ഛൻ എന്നോട് ചോദിച്ചു, തനിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് CMI സഭയിലെ വൈദികനാണോന്ന്. ആ അവസരത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. എൻ്റെ പഠിപ്പ് നിർത്തി ഒരു സ്റ്റേഷനറി കട നടത്തുകയാണ്. കാരണം എൻ്റെ അപ്പച്ചൻ നടത്തിയിരുന്ന സ്റ്റേഷനറി കട നടത്താൻ ഞാൻ ബാധ്യസ്ഥനായി. അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് അപ്പച്ചൻ്റെ സാമ്പിയാലിക്ക് കൊണ്ടുപോയി. എൻ്റെ ജ്യേഷ്ഠൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുകൊണ്ട് ഞാൻ കച്ചവടം നടത്താൻ ആരംഭിച്ചു. പലപ്പോഴും സിസ്റ്റേഴ്സ് വന്ന് എന്നോട് ചോദിക്കും, അച്ഛനാവേണ്ട മോൻ എന്തുകൊണ്ടാണ് കച്ചവടം നടത്തുന്നതെന്ന്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വൈദികനാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അപ്പച്ചൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു. ചേട്ടൻ 10ാം ക്ലാസ് പാസ്സായി. ആ അവസരത്തിലാണ് ഏമാരുടെ അച്ഛൻ്റെ ശുപാർശയോടുകൂടി ഞാൻ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിക്കുന്നതിന് വേണ്ടി എൽത്തുരുത്ത് ചെന്ന് ചേരുന്നത്. അങ്ങനെ 77 എനിക്ക് പട്ടം കിട്ടേണ്ട കാലം. ഡിസംബറിലാണ് പട്ടം കിട്ടി. 77 ഡിസംബർ 27-ാം തീയതിയാണ് എനിക്ക് പട്ടം കിട്ടിയത്. പട്ടത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും എന്നെ വിളിച്ചുകൊണ്ട് മോളിലത്തെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, മോനെ, നീ നല്ല ഒരു വൈദികനായി തീരണം. അതാണ് ഞങ്ങളുടെ ഏക ആഗ്രഹം. അതിനുവേണ്ടി നിന്നെ ഞങ്ങൾ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ആ പറഞ്ഞ വാക്കുകൾ ഇന്നും ഞാൻ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അതിലെനിക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പച്ചനോടും അമ്മച്ചിക്ക് വേണ്ടി എല്ലാ ദിവസവും ദീപബലിയിൽ അവരെ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ആയിരത്തി 1977 തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം അധികാരികളുടെ നിർദ്ദേശപ്രകാരം ആദ്യമായിട്ട് സാഹാർ മിഷനിലേക്ക് ആസ്പിറൻസിനെ കൊണ്ടുപോയത് ഞാനാണ്. അവിടെ ആസ്പിറൻസ് ഹൗസ് തുടങ്ങുന്ന കാലഘട്ടമാണ്. അവിടുത്തെ പിതാവ് CMI സഭ ക്ലെമൻസ് പിതാവാണ് അവിടുത്തെ പിതാവായിരുന്നത്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിതാവ് ചെയ്തു തന്നിരുന്നു. 2 വർഷത്തിന് ശേഷം അധികാരികൾ എന്നെ റോമിലേക്ക് ഉപരിപഠനത്തിനായി വിട്ടു. ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ച് അമ്പഴക്കാട്ട് തന്നെ വന്നു. പഴയ ജോലികൾ വീണ്ടും ആരംഭിക്കുകയും ജനങ്ങൾക്ക് ഒത്തിരി ആവേശം നൽകുകയും ദിവ്യകാരുണ്യ സമൂഹത്തെ വാർത്തെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. അമ്പഴക്കാട്ടിൽ നിന്ന് പിന്നീട് ഞാൻ ബാംഗ്ലൂർക്കാണ് പോയത്. ബാംഗ്ലൂർ ധർമ്മവരം കോളേജിലെ തിയോളജി സ്റ്റുഡൻസിൻ്റെ മാസ്റ്ററായിട്ട് ജോലി ചെയ്യും. അതോടൊപ്പം തന്നെ അവിടുത്തെ ബർസാർ ജോലി ഉണ്ടായിരുന്നു. ഇടവകയിലെ ജോലിയും ഞാൻ ഏറ്റെടുത്തിരുന്നു. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ മാസ്റ്റർ സ്ഥാനം വേണ്ട എന്ന് വെച്ചതിന് ശേഷം ജോബ് മൈലയുടെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ നിയുക്തനായി. സെൻറ്റ് തോമസ് ഇടവകയുടെ വികാരിയായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അവിടെയുള്ള എല്ലാ ഭവനങ്ങളും സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിക്കുന്ന വേളയിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഉത്തേജനം, എവിടെയെല്ലാം 20-ൽ കൂടുതൽ ഭവനങ്ങളുണ്ടോ അവിടെയൊക്കെ കൊച്ചു ദേവാലയങ്ങൾ പണിയണം എന്നുള്ളൊരു അഭിനിവേശം ഉണ്ടായി. അങ്ങനെ ഈജിപുരയിലും ബൊമ്മനകള്ളി, ലിംഗരാജപുരം, കൊത്തന്നൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ കൊച്ചു ദേവാലയങ്ങൾ പണിയുകയും അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടം ഏറ്റവും മനോഹരമായ കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് സെൻറ്റ് തോമസ് ഇടവക ദേവാലയം ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിച്ചത്. ഒരു ചെറിയ ടിൻ ഷീറ്റ് കൊണ്ടുള്ളൊരു ദേവാലയമായിരുന്നു. ബഹുമാനപ്പെട്ട രക്തച്ഛൻ്റെ സഹായത്തോടുകൂടി ജനങ്ങളുടെ എല്ലാവരുടെയും ഒത്താശയോടുകൂടി മനോഹരമായ ഒരു ദേവാലയം, അവിടെ തന്നെയുള്ള ഒരു ആർക്കിടെക്റ്റ് രൂപഭാവനം ചെയ്ത ഒരു പിരമിഡിൻ്റെ
രൂപത്തിലുള്ള ഒരു ദേവാലയം. അത് 2000-ൽ ജൂബിലിയുടെ സ്മാരകമായിട്ട് ആ ദേവാലയം പണി പൂർത്തിയാക്കുകയും അത് വെഞ്ചരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ദേവമാതാ പ്രവിശ്യയുടെ കൗൺസിലറായിട്ട് നിയുക്തനായി. ഈ കാലഘട്ടത്തിലാണ് ആഫ്രിക്കയിൽ പാൻ ആഫ്രിക്കൻ മീറ്റിംഗ് നടക്കുക. CMI സഭയുടെ ആഗോളതലത്തിലുള്ള ഒരു മീറ്റിംഗാണ്. അത് നടന്നത് മഡഗാസ്കറിൽ വെച്ചാണ്. അതിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും മറ്റു വൈദിക ഭാരവാഹികളും കെനിയയിലെത്തുകയുണ്ടായി. കെനിയയിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ മഡഗാസ്കറിലേക്ക് പോയത്. മഡഗാസ്കറിൽ അത് 2000-ലാണ് അത് സംഭവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് കെനിയയിൽ നിന്ന് CMI സഭയിലേക്ക് വൈദികരെ എടുക്കാനുള്ള തീരുമാനമുണ്ടായത്. ഒരു മാസം ഞാൻ മഡഗാസ്കറിലും ഒരു മാസം ഞാൻ കെനിയയിലും താമസിച്ചു. ഈ അവസരത്തിലാണ് കെനിയൻ ജനങ്ങളോടും കെനിയൻ സംസ്കാരത്തോടും ഒരു സ്നേഹവും അവരോടൊത്ത് ജോലി ചെയ്യാൻ, അവർക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം എന്നിൽ ഉരുവായത്. ഏകദേശം 2 മാസത്തെ കെനിയൻ അനുഭവത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ആ കാലഘട്ടത്തിലാണ് എന്നെ പൂനായിൽ റെക്ടറായിട്ട് നിയോഗിച്ചത്. പൂനായിലെ സെമിനാരി റെക്ടറും അതോടൊപ്പം തന്നെ സെൻറ്റ് തോമസ് ഇടവക ദേവാലയത്തിൻ്റെ വികാരിയുമായിരുന്നു. അവിടെയുള്ള ഇടവക ജനങ്ങൾക്ക് നേതൃത്വം നൽകുക ഏറ്റവും സന്തോഷപ്രദമായിരുന്നു. മാത്രമല്ല, സെൻറ്റ് തോമസ് ഇടവക ദേവാലയം നവീകരിച്ച് പണിയുന്നതിനുള്ളൊരു അവസരവും ദൈവം എനിക്ക് പ്രദാനം ചെയ്തു. കുട്ടികൾക്ക് വേദോപദേശം നൽകുക, കുടുംബങ്ങളെ ഒന്നിപ്പിക്കുക, ഭവനങ്ങളെ സന്ദർശിക്കുക, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ അനുഭവമായിരുന്നു. തുടർന്ന് 2007-ലാണ് ഞാൻ കെനിയയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി അധികാരികൾ എന്നെ നിയോഗിക്കുന്നത്. 2007-ലാണ് ഞാൻ കെനിയയിൽ വരുന്നത്. കെനിയയിലെ ആസ്പിരൻസിൻ്റെ റെക്ടറായിട്ടാണ് ഞാൻ നിയുക്തനായത്. ദോഞ്ഞോസബുക്കിലെ ഒരു ഞങ്ങളുടെ ഭവനത്തിലാണ്. അവിടെ ഒരു ഇടവക ദേവാലയമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആസ്പിരൻസ് ഹൗസുണ്ട്. ജോൺ കറുകുറ്റിക്കാരനച്ഛനായിരുന്നു എൻ്റെ സഹായി. ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കൗതാശികമായ ജീവിതത്തിനും ഞങ്ങൾ പ്രചോദനം നൽകിയിരുന്നു. കിക്കാമ്പ ഭാഷയാണ് കെനിയയിലത്തെ. ദോഞ്ഞോസബുക്കിൽ ആദ്യമായിട്ട് ഞാൻ കെനിയൻ കിക്കാമ്പ ഭാഷ പഠിച്ച് ആദ്യമായി ഞായറാഴ്ച ബലിയർപ്പിക്കുന്ന സമയത്ത് കാഴ്ചവെപ്പിന് കാസയും പീലാസയും ഉയർത്തുന്ന ആ വേളയിൽ ശക്തമായ മഴ പെയ്യുകയും മഴത്തുള്ളി എൻ്റെ കാസയിലേക്ക് വീഴുകയും ചെയ്തു. അത് ഹൃദയത്തെ സ്പർശിച്ച ഒരു അനുഭവമായിരുന്നു. കുർബാനയ്ക്ക് ശേഷം ഞാൻ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് മഴ പെയ്യുമ്പോൾ ഈ കാസയിൽ വീണ മഴവെള്ളം കർത്താവിൻ്റെ തിരുരക്തമായി തീർന്നെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടെ ഒരു പുതിയ ദേവാലയം പണിയുവാൻ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് 2 വർഷം കൊണ്ട് ദോഞ്ഞോസബുക്കിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു പുതിയ ദേവാലയം ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പണിയിക്കുവാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. ദോഞ്ഞോസബുക്കിലെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ജനങ്ങളിൽ നിന്നുള്ള സംഭാഷണം വഴിയായിട്ട് എനിക്ക് മനസ്സിലായത്, കെനിയയിലെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ: 1 അജ്ഞത, 2 ദാരിദ്ര്യം, 3 രോഗം. ഞാനും ജോണത്തിലും അവിടെയുള്ള എല്ലാ ഭവനങ്ങളും സന്ദർശിക്കാനിടയിലേക്ക് എനിക്ക് ബോധ്യം വന്ന ഈ കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. തൽഫലമായിട്ടാണ് ദോഞ്ഞോസബുക്കിലെ കാർമൽ സ്കൂൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററും തുടങ്ങി. 1981 ബിയൂണിയിൽ ആദ്യ ഭവനം ആരംഭിച്ചുവെങ്കിലും 2009 ദോഞ്ഞോസബുക്കിൽ നിന്ന് ഞാൻ സൊക്കിമാവിലേക്ക് വരുന്നത്. ഡേവി കാവുങ്ങൽ അച്ഛനാണ്
ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തകർ. ഇവിടെ ഞാൻ വരുമ്പോൾ അന്ന് CMI സഭയിൽ നിന്ന് ഫിലോസഫി തിയോളജി പഠിക്കാനുള്ള വിദ്യാർത്ഥികളും ഇവിടെ താമസിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സെൻറ്റ് ജോസഫ് മുളോങ്കോ ഇടവകയുടെ കീഴിലുള്ള ഒരു ഔട്ട് സ്റ്റേഷനായിരുന്നു ഇത്. സെൻറ്റ് വെറോനിക്ക ഔട്ട് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. 100-120 വീട്ടുകാരെ ഇവിടെ കാണുകയുള്ളായിരുന്നു. അപ്പോൾ അവരെ ആധ്യാത്മികമായി വളർത്തുക നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് നമ്മുടെ മൗണ്ട് സിനായ് CMI സ്കൂളിൻ്റെ മൾട്ടിപർപ്പസ് ഹാളിലാണ്. അങ്ങനെ ഒരു ചെറിയ സമൂഹം രൂപപ്പെട്ടു. ഇവിടുത്തെ കൗദാശിക കർമ്മങ്ങളൊക്കെ നടത്തിയിരുന്നത് ലാറ്റിൻ റീത്തിലാണ്. ഇവരുടെ മാമോദീസയും മറ്റുള്ള എല്ലാ കുദാശകളും നടത്തുന്നത് അതുപോലെയാണ്. ഉദാഹരണത്തിന് ഗ്രാമങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നൈറോബിയിൽ ജോലി ചെയ്യുന്ന ജനങ്ങളാണ് ഇവിടെ കൂടുതലും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇവിടെ മരിച്ചാൽ അവരെ ഇവിടെ സംസ്കരിക്കില്ല, അവരവരുടെ തറവാട്ട് പറമ്പിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ സംസ്കാര രീതിക്കും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിവാഹത്തിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ 3 തരത്തിലുള്ള വിവാഹങ്ങളാണുള്ളത്. 1 ട്രഡീഷണൽ മാരേജ്, 2 രജിസ്റ്റേർഡ് മാരേജ്, 3 സഭയിലുള്ള കൗദാശികമായ മാരേജ്. ഈ ട്രഡീഷണൽ മാരേജ് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ട്രഡീഷണൽ മാരേജ് നടത്തിയില്ലെങ്കിൽ ഇവർക്ക് പരസ്പരമുള്ള സ്വത്തിൽ അവകാശം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ട്രഡീഷണൽ മാരേജ് നടത്തണമെങ്കിൽ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ സ്ത്രീധനം കൊടുക്കുകയാണ്. ഇവിടെ പുരുഷധനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാതാപിതാക്കന്മാർക്കാണ് ഭർത്താക്കന്മാർ പണം കൊടുക്കേണ്ടത്. പണം വിവിധ രൂപത്തിൽ നൽകും. ആടുമാടുകളായിട്ടും പണമായിട്ടും സ്ഥലമായിട്ടും നൽകും. അങ്ങനെ ഒരു സമൂഹമാണ് ഇവിടുത്തെ രീതി. സൊക്കിമാവിൽ ദിവ്യകാരുണ്യ സമൂഹം വളർന്നു വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വന്ന് സമ്മേളിക്കുന്നതിന് മൾട്ടിപർപ്പസ് ഹാൾ തികയാതെ വന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി ജനങ്ങൾ ഇവിടെ കൂടി തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് മാർച്ചാക്കോസ് രൂപയിലെ പിതാവായിരുന്ന മാർട്ടിൻ പിതാവും നമ്മുടെ കല്ലേലി അച്ഛനും കൂടിയിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു ഇടവക ദേവാലയം ആരംഭിക്കാം എന്നുള്ള ആശയം വന്നത്. അങ്ങനെ 2012 ഇതൊരു ഔദ്യോഗിക ഇടവകയായിട്ട് മാർട്ടിൻ പിതാവ് നിശ്ചയിക്കുന്നത്. അതൊരു ഓശാന തിരുനാൾ ദിവസമായിരുന്നു. ആഘോഷമായി നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ജുമുയകൾ അല്ലെങ്കിൽ സ്മോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് 13 എന്നുള്ളത് 15, 20, 25 വരെയായി. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി നമുക്കൊരു നല്ല ദേവാലയം പണിയാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ 2012 നമ്മൾ ഉദ്ഘാടനം തുടങ്ങിയെങ്കിലും 2014 സെൻറ്റ് വെറോനിക്ക എന്ന വിശുദ്ധിയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിയുവാൻ നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഇടവകക്കാരൻ തന്നെയാണ് അതിൻ്റെ ആർക്കിടെക്റ്റ്. CMI വൈദികരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ദേവാലയം ഏറ്റവും മനോഹരമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുവിശേഷത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള എല്ലാ ചരിത്ര സംഭവങ്ങളും അതിൻ്റെ ചുറ്റുപാടും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കുക ദിവ്യകാരുണ്യമാണ്. ലാറ്റിൻ ഇടവക ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യം ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്തുള്ള അൾത്താരയിലാണ് പ്രതിഷ്ഠിക്കുക. പക്ഷേ സെൻറ്റ് വെറോനിക്ക ദേവാലയത്തിൻ്റെ പ്രത്യേകത ഡയസിസിൻ്റെ ബിഷപ്പിൽ നിന്ന് പ്രത്യേകം അനുവാദം വാങ്ങി ദിവ്യകാരുണ്യമാണ്
സെൻറ്റ് വെറോണിക്ക ദേവാലയത്തിൻ്റെ കേന്ദ്രം. ഈ ദേവാലയത്തോട് ചുറ്റിപ്പറ്റി മാലാഖമാരുടെ രൂപങ്ങളാണ് നാം കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ഗാനം നിരന്തരം ദേവാലയത്തിൽ വരുന്നവർക്ക് അനുഭവവേദ്യമാണ്. 3000 പേരോളം ഈ ദേവാലയത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കും. അതിൻ്റെ ചുറ്റുപാടും സ്ത്രീഹന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 കവാടങ്ങളുണ്ട്. 4 സുവിശേഷകന്മാരുടെ ചിത്രമുണ്ട്. ദേവാലയത്തിൻ്റെ ഒത്ത നടുക്ക് ബെത്ലഹേത്ത് ഈശോ ജനിച്ച സ്ഥലത്തുള്ള ദ സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നതിൻ്റെ സ്മാരകമായിട്ട് ഒരു സ്റ്റാർ നാം ആലേഖനം ചെയ്തിരിക്കുന്നു. അൾത്താര കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള അൾത്താരയാണ്. ഈ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുശേഷിപ്പാണ്. ലാറ്റിൻ പള്ളികളിലെ എല്ലാ അൾത്താരകളിലും ഒരു വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വെക്കണമെന്നുണ്ട്. അതുകൊണ്ട് സെൻറ്റ് വെറോണിക്ക ദേവാലയത്തിലെ പ്രധാന അൾത്താരയുടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുശേഷിപ്പാണ്. ജനാഭിമുഖ്യം, സിനഡാലിറ്റി ഓഫ് ദ ചേർച്ച് എന്ന ആദർശത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ദൈവം നയിക്കുന്ന ഒരിടവകയാണ് സെൻറ്റ് വെറോണിക്ക ദേവാലയം. 800ഓളം കാത്തലിക് വിമൻ അസോസിയേഷൻ മെമ്പേഴ്സുണ്ട്. അതോടൊപ്പം തന്നെ 500ഓളം കാത്തലിക് മെൻ അസോസിയേഷൻ മെമ്പേഴ്സുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു ലാറ്റിൻ ഇടവകളിൽ നിന്ന് വ്യത്യസ്തമായി നാം എല്ലാ ഞായറാഴ്ചകളിലും കാറ്റക്കിസം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. സർവപ്രധാനമായി എല്ലാ വർഷവും എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുകയും സന്ദർശിക്കുന്ന വേളയിൽ എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. സുവിശേഷം, കുരിശുരൂപം, തിരുഹൃദയത്തിൻ്റെ പടം, ഒരു തിരി, ജപമാല. ജനങ്ങളെല്ലാവരും ഭവനവാസികളെല്ലാവരും ഒന്നുചേർന്ന് വൈദികൻ അവർ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സെൻറ്റ് വെറോണിക്ക ഇടവകയുടെ ഒരു തനിമയാണ്. പീപ്പിൾ ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദം. ഒരു രൂപ പോലും, ഇവിടുത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഷില്ലിങ് പോലും നമുക്ക് പുറത്തു നിന്ന് ദാനമായി ലഭിച്ചില്ല. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ സംഭാവനയാണ്. ഇതുവഴിയായിട്ട് സെയിൻറ്റ് ബൈസഭയുടെ ചെറിയ ഒരു കോൺട്രിബ്യൂഷനും അതിലുണ്ടായിരുന്നു. അങ്ങനെ 5 കൊല്ലം കൊണ്ട് മനോഹരമായ ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കാനും വെഞ്ചരിക്കാനും സാധിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇറ്റ് ഈസ് എൻ ആർക്ക് എന്നുള്ളതാണ്. നോവായുടെ ആർക്കാണ്. നോവായുടെ ആർക്ക് രക്ഷയുടെയും അതോടൊപ്പം തന്നെ പ്രത്യാശയുടെയും ഒരു പ്രതീകമായിരുന്നു. അതാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കെനിയയിലെ CMI സഭയുടെ സെൻറ്റ് തോമസ് റീജിയണൽ സുപ്പീരിയറാണ് ഞാൻ പട്ടം സ്വീകരിച്ചിട്ട് 45 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് 76 വയസ്സായി. ഇത്രയും കാലം യേശുവിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ എനിക്ക് ശക്തി പകരുന്നത് ദിവ്യകാരുണ്യവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും അമ്മയുടെ സഹായവുമാണ്. എല്ലാ ദിവസവും ആരാധന നടത്തിയതിന് ശേഷമാണ് ഞാൻ ബലിയർപ്പിക്കുവാൻ പോവുക. അതുപോലെ തന്നെ ദിവസം മുഴുവനും 4 ജപമാല ചുരുങ്ങിയത് എത്തിക്കും. അതുവഴിയായിട്ട് എനിക്ക് ശക്തി ലഭിക്കുന്നത് സുവിശേഷം മുഴുവനും ഞാൻ 4 ജപമാലയിലൂടെ സ്മരിക്കുന്നു, ധ്യാനിക്കുന്നു, ഈശോയിൽ നിന്ന് ശക്തി സംഭരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എനിക്ക് വിവേകവും വിശുദ്ധിയും വിജ്ഞാനവും നൽകണമേ എന്നാണ്. ഈശോ അതിന്ന് നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ പണിതിട്ടുള്ള എല്ലാ ദേവാലയങ്ങളുടെയും കേന്ദ്രബിന്ദു ദിവ്യകാരുണ്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ്
ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ സന്യാസ വൈദിക ജീവിതത്തിൽ ഐ ഹാവ് നെവർ റിഗ്രറ്റഡ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും പരിശുദ്ധമ്മയുടെ കൃപയുമാണ്. ശാലം പ്രേക്ഷകരോട് ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു മിഷണറി എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്, വിളഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ആഫ്രിക്ക, പ്രത്യേകിച്ച് കെനിയ, ടാൻസാനിയ, ഉഗാണ്ട. ഒത്തിരി പ്രശ്നങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിലും ക്രിസ്തുവിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട്. വൈദികരുടെ കരങ്ങൾക്ക്, സമർപ്പിതരുടെ കരങ്ങൾക്ക്, ക്രൈസ്തവരുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. 75 വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ച ആ ദിവസം മാതാപിതാക്കന്മാർ എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ ആ കാര്യം നിറവേറ്റുവാൻ ഇന്നും പരിശ്രമിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി മാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. 24 മണിക്കൂറും ജനങ്ങൾക്ക് സംലഭ്യരാകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. കെനിയയിൽ വന്നിട്ടും അതുതന്നെയാണ് ഞാൻ തുടരുന്നത്. കുടുംബമാണ് സഭയുടെ ചൈതന്യം. കുടുംബത്തിൽ നിന്നാണ് സഭ വളരേണ്ടത്. ഈ കുടുംബത്തിൽ നിന്നാണ് വൈദികരും സമർപ്പിതരും ഉണ്ടാകേണ്ടത്. മാതാപിതാക്കന്മാരോടൊരു അപേക്ഷ, നമ്മുടെ മക്കളെ ദൈവജനത്തിലും ദൈവവേദിയിലും വിശുദ്ധിയിലും വളർത്താനും ദൈവവചനത്തിൽ വേരൂന്നി വളരുവാനും അവർക്ക് പ്രചോദനം നൽകണം. തിരുവചനത്തിൻ്റെ ശക്തിയാൽ, തിരുനാമത്തിൻ്റെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഇത് നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.